നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പൊന്നുമോൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ആ പൊന്നുമോൾ ചിലത്, അത് എന്തിന് പൊന്നുമോൾ വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, റെസ്പെക്ട് കൊടുത്തിട്ടാണ് വിളിക്കുന്നത്. അവൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതിനു മുമ്പ് വി ഡി സതീശന്റെ ഫാമിലിയെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി തരണമെന്ന് കുറേ പേര് കമന്റ് ഇട്ടു. ഇത് വി ഡി സതീശന്റെ വൈഫാണ്, ഇത് വി ഡി സതീശന്റെ പൊന്നുമോളാണ്. ഓക്കെ, ഇങ്ങനെ പറയാൻ കാരണം മോള് വി ഡി സതീശന് ഇപ്പോൾ വി ഡി സതീശൻ്റെ ഇൻ്റർവ്യൂവിലും പറയുന്നത് എൻ്റെ മോള് 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 അത്രയും സ്നേഹിക്കുന്ന ഈ പൊന്നുമോള് വി ഡി സതീശനൊക്കെ അവൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വെച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി സങ്കടമാണ് തോന്നിയത്. കാരണം ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കൊടുക്കണമായിരുന്നു. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, അദ്ദേഹത്തിന് ഇനിയും ഇഷ്ടംപോലെ കരിയർ ഉണ്ട്. അദ്ദേഹം ഭാവിയിൽ ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാവും, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇപ്രാവശ്യം കിട്ടണമായിരുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഷാഫി പറമ്പിൽ, ഞാൻ ഈ കാര്യം എന്തായാലും ഒരു മാധ്യമവും പറയുന്നില്ല, ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അവോയ്ഡ് ചെയ്തതുപോലെ, അതായത് ഒഴിവാക്കിയതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നോക്കൂ, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് പിണറായി വിജയന്റെ ഭരണവികാര വിരുദ്ധത ജനങ്ങൾക്ക് കാണിച്ചത്. നിർഭാഗ്യവച്ചാൽ അവസാന, അതായത് പിണറായി വിജയന്റെ ഭരണം തീരാൻ ആറോ ഏതോ മാസം ബാക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് കേസ് വരുന്നത്. അതുവരെ പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികെട്ട ഭരണം ചൂണ്ടിക്കാണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണ്. ആ രണ്ടു പേരും ഇന്ന് ഇല്ല. അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു വേദിയിൽ രാഹുലിനെയും കാണാനില്ല, ഷാഫി പറമ്പിലിനെയും കാണാനില്ല. ഈ വിഷയത്തെ കുറിച്ചിട്ടും ഞാൻ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മൾ ചർച്ച ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വെച്ച് തരാം. അതിനു മുമ്പ് വി ഡി സതീശൻ 15 വർഷത്തിന് ശേഷമാണ് നമുക്കൊരു മുഖ്യമന്ത്രി കിട്ടിയത്, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി. ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നല്ലൊരു കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെട്ടു എന്ന് ആദ്യഘട്ടം മുതൽ കേൾക്കുകയും പിന്നീട് ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ള വാർത്ത വരികയും ചെയ്ത ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്നലെയൊക്കെ രാവിലെ ഇവിടെ മൊത്തം മാധ്യമങ്ങളായിരുന്നു, എന്താണ് ഒരു നിയുക്ത മന്ത്രിയുടെ പ്രതികരണം എടുക്കാനുള്ള തിരക്കിലായിരുന്നു എല്ലാവരും. പക്ഷേ പിന്നീട് വൈകുന്നേരമായപ്പോൾ അതൊരു ഒരു പ്രതീക്ഷയില്ലായ്മയായി മാറിയോ? അല്ല, എനിക്ക് അങ്ങനെ പ്രതീക്ഷയില്ല. നിങ്ങൾ ഒരു പ്രതീക്ഷ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ കൊടുത്തതാണ്. മാധ്യമങ്ങൾ ഒരു എന്താ പറയുക, ഇംപ്രഷൻ ജനങ്ങളിലേക്ക് കൊടുത്തതാണ്. പക്ഷെ എനിക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലല്ലേ എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റൂ. എനിക്കങ്ങനെ ഇൻഫർമേഷൻ ആരും തരാത്തതുകൊണ്ടാണ് ഞാൻ തുടക്കം തൊട്ട് എൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ പറഞ്ഞത്. ഇപ്പം അത് പാർട്ടിയുടെ നിലപാടാണ്, ആരെ എടുക്കണം ആരെ ആക്കണം എന്നുള്ളത്. അത് പൂർണ്ണ മനസ്സോടെ നമ്മൾ അംഗീകരിക്കുന്നതാണ്. അപ്പം ഞാൻ പറയാത്തൊരു കാര്യത്തെ മാധ്യമങ്ങൾ ഇച്ചിരി എന്താ പറയുക, നിങ്ങൾ ഇച്ചിരി ഓവർ എക്സൈറ്റഡാണ്. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് തീർന്നപ്പോൾ തൊട്ട് ഈ ഒരു ഏതെങ്കിലും പ്രശ്നം ഈ പാർട്ടിയിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് ആദ്യം മുഖ്യമന്ത്രി ചൊല്ലിയായിരുന്നു, പിന്നെ മന്ത്രിമാരെ. അപ്പോൾ ആ മന്ത്രിമാരിൽ എന്നെയാണ് പിടിച്ചത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എനിക്കൊന്ന് ഉയർന്നു കേട്ട പേരുകളിൽ അങ്ങനെ ഇല്ല എന്നൊരു ലിസ്റ്റ് വന്നത് ഒടുവിൽ താങ്കളുടെ മാത്രമാണെന്ന് തോന്നുന്നു. അതൊരു മാധ്യമ സൃഷ്ടിയാണെന്നാണോ ഇപ്പോൾ പറഞ്ഞു? അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ, എന്നെ അറിയിക്കണ്ടേ? അങ്ങനെ കാര്യമില്ല. അപ്പം മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്താണത് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൊള്ളുക. ഈ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഒരു പ്രഷർ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വരുമായിരുന്നു എന്ന് കരുതി. ഞാൻ പറഞ്ഞിരുന്നു, എന്നെ സംബന്ധിച്ച് പാർട്ടി ഒരു തീരുമാനം എടുത്താൽ പാർട്ടി ഒരു തീരുമാനം നല്ലത്. അപ്പം അതിൻ്റെ അപ്പുറം ഞാനൊരു ഇതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, ഒരു കാര്യം പറയുകയാണ്, പാർട്ടി തീരുമാനമാണ്. ഞാനൊരു കാര്യം പറയാം, എന്തായാലും ചാണ്ടി ഉമ്മനെ ഒഴിവാക്കിയത് എനിക്ക് നല്ല സങ്കടമുണ്ട്. അദ്ദേഹം പാവപ്പെട്ട മനുഷ്യനാണ്. ഇപ്പോൾ വി ഡി സതീശനായാലും കെ സി വേണുഗോപാലിനായാലും രമേശ് ചെന്നിത്തലക്കും ഈ 3 പേർക്കും ക്ലിയറായി കൃത്യമായിട്ടറിയും ചാണ്ടി ഉമ്മൻ ഒഴക്കിന് വരൂല. കെ സുധാകരനെ പോലെ എനിക്ക് വേണം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ കെ സി വേണുഗോപാലിനെ പോലെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ചാണ്ടി ഉമ്മൻ വരത്തില്ല എന്ന് ഇവന്മാർക്ക് ക്ലിയറായി കൃത്യമായിട്ടറിയും. ആ പാവത്തി എന്തിനാണ് ഒഴിവാക്കിയത്? ഇത് മാത്രമാണ് ഈ ഒരു കോൺഗ്രസിന്റെ ഇത്രയും വലിയൊരു വിജയത്തിൽ സത്യപ്രതിജ്ഞയൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി സൈഡിൽ നിർത്തിയതുമാണ് ചെറിയ രീതിയിൽ പരാജയപ്പെട്ടത്. ഇതെന്തായാലും ഷാഫി പറമ്പിൽ വിഷയം ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അത് ഭാവി കേരളത്തിന് വേണ്ടിയിട്ട് ഷാഫിയെ ഇഷ്ടമുള്ളവർ, രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടമുള്ളവർ കേൾക്കണം. കാരണം നമ്മളിടുന്ന ഈ വീഡിയോസ് ഒക്കെ കാണേണ്ടവരൊക്കെ കാണുന്നുണ്ട്. അവർ ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് വരരുത്, തെറ്റിലേക്ക് അവർ എത്തരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ
വി ഡി സതീശന്റെ പൊന്നുമോൾ ചെന്നില്ല ചില ചടപടന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ പറയും. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, വി ഡി സതീശന്റെ മകൾ ജസ്റ്റ് അച്ഛൻ മുഖ്യമന്ത്രി ആവുന്ന സന്തോഷം. ഞങ്ങളൊന്ന് എല്ലാരും ഇരുത്തട്ടെ, ഭയങ്കര സന്തോഷം. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അതുകൊണ്ടാ സംസാരിക്കാം. ഇത് മൊത്തം ഫാമിലിയാണ്, എല്ലാ ഫാമിലി എല്ലാരും ഉണ്ട്. ഞങ്ങളൊന്ന് ഇരിക്കട്ടെ. ഇത് സതീഷിന്റെ സഹോദരിയല്ലേ? അതെ അതെ, സന്തോഷം. സഹോദരൻ മുഖ്യമന്ത്രി ആവുകയാണ്. സന്തോഷം സന്തോഷം, ഹാപ്പി. പോയിട്ട് വരാം. എന്ത് നല്ലൊരു ഫാമിലി അല്ലേ. അതായത് ഇവര് കൂടുതലായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ കൂടുതലായിട്ട്, അതായത് വി ഡി സതീശന്റെ പൊന്നുമോൾ കുറച്ച് കാര്യങ്ങൾ പറയും. അത് ഞാൻ എന്തായാലും എൻ്റെ അടുത്ത വീഡിയോസിൽ അത് ഫുള്ളായിട്ട് വെച്ച് തരാം, കൊണ്ടുവരാം. ഓക്കെ, അതായത് നല്ലൊരു കുടുംബമാണ്. വി ഡി സതീശന്റെ ചരിത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഒന്നിൽ നിന്ന് വന്ന ഒരാളാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരനായിരുന്നു. വി ഡി സതീശൻ എല്ലാം പറയും. കൂലിപ്പണി എടുത്തിട്ടും അറിയും, മണ്ണിന്റെ പണി എടുത്തിട്ടും അറിയും, തേപ്പിന്റെ പണി എടുത്തിട്ടും അറിയും, എല്ലാ പണി എടുത്തിട്ടും അറിയും. അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരിൽ നിന്നാണ്, അങ്ങനെയുള്ളവരാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. അവർക്ക് ജനങ്ങളുടെ, അതായത് ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും അവർക്കറിയും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വി ഡി സതീശനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കൊരു ദിവസം അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ നോക്കൂ. നിങ്ങൾ ഇപ്പൊ തന്നെ വി ഡി സതീശൻ ഉത്തരവിട്ടത്, അതായത് പാവങ്ങൾ എവിടെ ഉണ്ടെങ്കിലും പാവങ്ങൾക്ക് എന്ത് വില, ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ മല്ലടിക്കുന്ന എത്രയോ പേരുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ പൈസയില്ല. എന്തിനു വേണം, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പൈസയില്ല. സ്ഥലമില്ലാതെ റോഡ് സൈഡിലൊക്കെ കിടന്നുറങ്ങുന്നവർക്ക് എൻ്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ഞാനത് കേൾക്കാം. അതായത് വി ഡി സതീശൻ സാറേ, ഞങ്ങൾ ഇന്ന പ്രശ്നത്തിലാണ് ഉള്ളത് എന്ന് നമ്മൾ പോയി പറയുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പരിഹാരം വി ഡി സതീശൻ സാറ് തരുമെന്നാണ് നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ്. നല്ല ജനനായകനാണ്, ഉറപ്പായിട്ടും 10 വർഷം കോൺഗ്രസ് ഭരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ഷാഫി പറമ്പിൽ വിഷയം എന്തായാലും ചർച്ച ചെയ്യണം പൊന്നു മനുഷ്യന്മാരെ. ആരാണ് ഷാഫി പറമ്പിൽ? നോക്കൂ നിങ്ങൾ, ഇപ്പോൾ കോൺഗ്രസിന് 102 സീറ്റ് കിട്ടിയല്ലേ. ഈ 102 സീറ്റിലും ഷാഫി പറമ്പിൽ നിന്ന് നല്ല പങ്കുണ്ട്. 140 മണ്ഡലത്തിലും നമ്മുടെ ഷാഫി പറമ്പിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ പോയി പ്രചാരണത്തിന് പോയിട്ട് ഞങ്ങളെ ജയിപ്പിക്കൂ, പിണറായി വിജയന്റെ ഭരണവികാര വിരുദ്ധത ഏറ്റവും കൂടുതൽ വിളിച്ചു പറഞ്ഞത് ഈ പറഞ്ഞ ഷാഫി പറമ്പിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷാഫി പറമ്പിൽ പോവാത്ത ഒരൊറ്റ മണ്ഡലമാണുള്ളത്, ധർമ്മടത്ത് മാത്രമാണ് ഷാഫി പറമ്പിൽ പോവാത്തത്. അത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നത് വലിയൊരു സഖാവാണ്. അത്രയും വലിയൊരു സഖാവിനെ തോൽപ്പിക്കുന്നത് ശരിയല്ല. ഷാഫി പറമ്പിലെങ്ങാനും ധർമ്മടത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ അബ്ദുൾ റഷീദ് ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. നോക്കൂ, ഷാഫി പറമ്പിൽ പോയിട്ടില്ല, ആരും തിരിഞ്ഞു നോക്കാത്തൊരു മണ്ഡലമാണ് ധർമ്മടം. ആ ഒരു ധർമ്മടത്ത് തന്നെ 6 റൗണ്ടിൽ പിണറായി വിജയൻ തോറ്റു പണ്ടാരടങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ധർമ്മടത്ത് മാത്രമാണ് ഷാഫി പറമ്പിൽ പോവാത്തത്. പോയിരുന്നെങ്കിൽ അവിടെയും ജയിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഷാഫി പറമ്പിൽ ഉറക്കമില്ലാതെ പാവം എല്ലാ ദിവസവും സമരത്തിനും ഈ പറയുന്ന കോൺഗ്രസ് ജയിക്കണം എന്ന് പറഞ്ഞിട്ട് പോയ ആ ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് സ്റ്റേജിൽ ഇരുത്താത്തത്? ഇത് വളരെ വളരെ തെറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ, പാവപ്പെട്ട മനുഷ്യനല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ, ആ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? വന്നതൊക്കെ കള്ളക്കേസല്ലേ? എന്തിനാണ് ആ പൊന്നു മനുഷ്യനെ ഇങ്ങനെ ചെയ്തത്? ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.